അപ്പൊ നമുക്ക് ഫിൻലൻഡിലെ നഴ്സുമാരുടെ ജോലി സമയം ഒന്ന് കേട്ടു നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് നഴ്സുമാർ പല രാജ്യങ്ങളിൽ ജോലി ചെയ്യണവരുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ ഇവിടുത്തെ ജോലി സമയവും നിങ്ങളുടെ അവിടുത്തെ ജോലി സമയവും തമ്മിൽ എങ്ങനെയാണെന്നുള്ളതൊന്ന് വ്യത്യാസം കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഏതാണ് ബെസ്റ്റ്, ഇവിടത്തെ ആണോ അതോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആണോ ഏറ്റവും നല്ലതെന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജോലി സമയം ഒന്ന് കേട്ടോക്കാം. ഇപ്പൊ ഫിൻലൻഡിൽ മെയിൻ ആയിട്ടുള്ള നഴ്സസ് കാറ്റഗറി എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് നഴ്സ്, പ്രാക്ടിക്കൽ നഴ്സ്, അതുപോലെ തന്നെ കെയർ അസിസ്റ്റന്റ്. പ്രാക്ടിക്കൽ നഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ ഹെൽത്ത് വർക്കർ എന്നാണ് അവർ ഇവിടെ പറയുന്നത്. രജിസ്റ്റേർഡ് നഴ്സിന് ഇവിടെ പറയുന്നത് സൈറാൻ ഹോയ്ത്തായ എന്നാണ്. അവർക്ക് കെയർ ഹോമിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യാൻ പറ്റും. കെയർ അസിസ്റ്റന്റിനും കൂടുതലും കെയർ ഹോമുകളിലാണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. കെയർ ഹോമുകളിലെയും അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെയും ഡ്യൂട്ടി അവേഴ്സും ഡ്യൂട്ടി ടൈമിങ്ങും ഒന്ന് കേട്ടോ കേട്ടോ. അപ്പം കെയർ ഹോമിനെ പറ്റി ഞാൻ ആദ്യം പറയാം കേട്ടോ. അപ്പോൾ കെയർ ഹോമിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലും പ്രാക്ടിക്കൽ നഴ്സസ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു 10 നഴ്സസിനെ എടുത്തു കഴിഞ്ഞാൽ 8 പേരും പ്രാക്ടിക്കൽ നഴ്സ് അല്ലെങ്കിൽ കെയർ അസിസ്റ്റന്റ് ആയിരിക്കും. അതിൽ 2 പേര് മാത്രം അല്ലെങ്കിൽ 1-2 പേര് മാത്രമാണ് രജിസ്റ്റേർഡ് നഴ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പം പ്രാക്ടിക്കൽ നഴ്സസിനായാലും രജിസ്റ്റേർഡ് നഴ്സസിനായാലും 8 hours ഷിഫ്റ്റ് ആയിരിക്കും കെയർ ഹോമുകളിലുള്ളത്. പിന്നെ പ്രാക്ടിക്കൽ നഴ്സസിനെ പറ്റി ആദ്യം പറയാം. അപ്പോൾ പ്രാക്ടിക്കൽ നഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലഹി ഹോയ്ത്തായ എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ 7 മണി തുടങ്ങി 2 മണി വരെയുള്ള ഷിഫ്റ്റ് ഉണ്ടാവും. ചിലത് 2 മണി തുടങ്ങി 9 മണി വരെയുള്ള ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഡ്യൂട്ടി ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 7 മണിക്ക് തുടങ്ങുന്ന ഡ്യൂട്ടി ചിലപ്പോൾ 1 മണിക്ക് കഴിയണതുണ്ടാവും, 1:30 കഴിയണതുണ്ടാവും, ചിലപ്പോൾ 3 മണിക്ക് കഴിയണതുണ്ടാവും മോർണിംഗ് ഷിഫ്റ്റ്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് തുടങ്ങണ ഈവനിങ് ഷിഫ്റ്റ് 9 മണി വരെ ഉണ്ടാവും, ചിലത് 9:30 വരെ 9:45 വരെ ഉണ്ടാവും. ഇത് നൈറ്റ് ഷിഫ്റ്റ് വരുന്നത് ചിലപ്പം 9:30 ആയിരിക്കും. നൈറ്റ് സ്റ്റാഫ് വരുന്നത് 9 മണിക്കൊക്കെ ആയിരിക്കും ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണത്. നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 9:30 തുടങ്ങിയിട്ട് പിറ്റേ ദിവസം 7 മണി വരെ ആയിരിക്കും പ്രാക്ടിക്കൽ നഴ്സസിന് നൈറ്റ് ഷിഫ്റ്റ് ഉള്ളത്. 1-2 സ്റ്റാഫ് മാത്രമായിരിക്കും നൈറ്റ് ഡ്യൂട്ടിക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അത് 9:30 തുടങ്ങിയിട്ട് രാവിലെ 7 മണി വരെയൊക്കെ ആയിരിക്കും. പിന്നെ രജിസ്റ്റേർഡ് നഴ്സ് ആണ് കെയർ ഹോമിൽ എന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സസിന് സൺഡേയും സാറ്റർഡേയും ഒന്നും ഡ്യൂട്ടി ഉണ്ടാവത്തില്ല. അവർക്ക് എപ്പോഴും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ആ ഒരു ഡ്യൂട്ടി മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർ 8 മണിക്കൊക്കെ ആയിരിക്കും അവർക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണത്. 8 to 4 ഡ്യൂട്ടികളായിരിക്കും. ഈവനിങ് ഡ്യൂട്ടി വളരെ കുറവായിരിക്കും. എങ്കിലും ചില സ്ഥലങ്ങളിൽ ഈവനിങ് ഡ്യൂട്ടിയും ഉണ്ടാവും. പക്ഷേ നൈറ്റ് ഷിഫ്റ്റോ അതേപോലെ തന്നെ ഏർലി മോർണിംഗ് ഡ്യൂട്ടികളോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല കെയർ ഹോമുകളിൽ കേട്ടോ ഞാനിപ്പോൾ ഈ പറയുന്നത്. പിന്നെ കെയർ ഹോമിലായാലും ഹോസ്പിറ്റലിലായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 3 ആഴ്ച ഡ്യൂട്ടി ഷിഫ്റ്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് 112 അല്ലെങ്കിൽ 119 അവേഴ്സ് ഒക്കെ ചില കെയർ ഹോമുകളിലൊക്കെ ഉണ്ടാവും. 140 മണിക്കൂറാണ് ഒരു മാസം മാക്സിമം നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അവേഴ്സ്. അപ്പോൾ ആ ഒരു ഡ്യൂട്ടി അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് നേരത്തെ കഴിയും, അതുപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റ് നേരത്തെ കഴിയും. ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആഴ്ചയിൽ 2 ഓഫാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 100% നമുക്ക് ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ 80% നമ്മുടെ ഇഷ്ടം. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടിയുടെ അവേഴ്സ് ഇത്ര നമുക്ക് മതി എന്നുള്ളത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി ഷെഡ്യൂളാണ്. അവിടെ നമുക്ക് പ്രാക്ടിക്കൽ നഴ്സ് വളരെ കുറവായിരിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ ഒരു ടൈമിൽ ഒരു പ്രാക്ടിക്കൽ നഴ്സ് ആയിരിക്കും ഉള്ളത്. ഹോസ്പിറ്റലിൽ കൂടുതലും രജിസ്റ്റേർഡ് നഴ്സുമാരായിരിക്കും ഉള്ളത്. ഇവിടെ നമ്മൾ രജിസ്റ്റേർഡ് നഴ്സിനെ സൈറാൻ ഹോയ്ത്തായ എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി തുടങ്ങുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോർണിംഗ് ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ 7 o'clock നമുക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 o'clock തുടങ്ങി 2 മണി വരെയുള്ള ഷിഫ്റ്റുകൾ ഉണ്ടാവും, ചിലത് 3 മണി വരെ ഉണ്ടാവും. 8 hours ഡ്യൂട്ടി ഉണ്ട്, 12 hours ഡ്യൂട്ടി ഉണ്ട് ഹോസ്പിറ്റലിൽ. നമുക്കുടെ ഓപ്ഷനാണ്. നമുക്ക് ഓഫ് കൂടുതലുള്ള വേണ്ട ആൾക്കാർ ചിലപ്പോൾ 12 hours ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഓഫ് കൂടുതൽ എടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 8 hours ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്ക് അവസാനിക്കുന്ന ഡ്യൂട്ടികൾ ഉണ്ടാവും. പിന്നെ രാവിലെ 10 മണിക്ക് കയറിയിട്ട് രാത്രി 10 മണിക്ക് അവസാനിക്കുന്ന ഡ്യൂട്ടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ രാവിലെ 7 മണിക്ക് കയറിയിട്ട് വൈകിട്ട് 7 മണിക്ക് കഴിയുന്ന ഡ്യൂട്ടികൾ ഉണ്ടാവും. പിന്നെ ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് 1 മണിക്കായിരിക്കും മിക്കതും സ്റ്റാർട്ട് ചെയ്യണത്. 1 മണിക്ക് കയറിയിട്ട് രാത്രി 9 മണി വരെയുള്ള അല്ലെങ്കിൽ 10 മണി വരെയുള്ള വർക്കിംഗ് അവേഴ്സ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് വരും. രജിസ്റ്റേർഡ് നഴ്സിന്റെ ഹോസ്പിറ്റലിൽ എന്തായാലും നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നൈറ്റ് ഷിഫ്റ്റുകളുണ്ട്. അത് മിക്കതും വെളുപ്പിന് 3 മണിക്ക് 2 മണിക്ക് അങ്ങനെയൊക്കെ അവസാനിക്കുന്ന ഷിഫ്റ്റുകളായിരിക്കും. പിന്നെ മെയിൻ നൈറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് എപ്പോഴും 8 മണി അല്ലെങ്കിൽ 8:30 ആ ടൈമിലായിരിക്കും
നൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അവർക്ക് അവസാനിക്കുന്നത് രാവിലെ 7:15 അല്ലെങ്കിൽ 7 മണിക്കായിരിക്കും. അപ്പോൾ 7 മണിക്ക് പുതിയ സ്റ്റാഫ് വരുമ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ കൊടുത്ത് കഴിയുന്ന സമയം വരെ അവർക്ക് എന്തായാലും ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിലെ വർക്കിംഗ് അവേഴ്സ്. പിന്നെ നമുക്ക് ഈ 12 മണിക്കൂർ ഡ്യൂട്ടിയും ഉണ്ട്, 8 മണിക്കൂർ ഡ്യൂട്ടിയും ഉണ്ട് ഹോസ്പിറ്റലിൽ. പക്ഷേ കെയർ ഹോമുകളിൽ 12 അവേഴ്സ് ഡ്യൂട്ടി, നൈറ്റ് ഷിഫ്റ്റ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. നൈറ്റ് ഷിഫ്റ്റ് 12 അവേഴ്സും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, 10 അവേഴ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ കെയർ ഹോമിൽ. നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും, നമുക്ക് ഡബിൾ സാലറി ആയിരിക്കും. അതുപോലെ തന്നെ വീക്കെൻഡ്സിലൊക്കെ ചെയ്താലാണ് നമുക്ക് ഡബിൾ സാലറി ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഫിൻലൻഡിൽ ഹോസ്പിറ്റൽ നേഴ്സിന് സൺഡേ സാറ്റർഡേ അങ്ങനെയൊന്നുമില്ല. രജിസ്റ്റേർഡ് നേഴ്സിന് അങ്ങനെ എല്ലാ ദിവസവും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രാക്ടിക്കൽ നേഴ്സിന് അവിടെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിരിക്കും, അവർക്ക് ഡ്യൂട്ടി വളരെ കുറവായിരിക്കും. അതേപോലെ വീക്കെൻഡ്സിലൊക്കെ വളരെ കുറവായിരിക്കും. അതേപോലെ നൈറ്റ് ഷിഫ്റ്റ് ആയാലും എല്ലാ ദിവസവും ഒരു പ്രാക്ടിക്കൽ നേഴ്സ് ഡ്യൂട്ടിയിൽ ഉണ്ടാവണം എന്നില്ല. പ്രാക്ടിക്കൽ നേഴ്സസിൻ്റെ എണ്ണവും കുറവായിരിക്കും ഹോസ്പിറ്റലിൽ, രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ചില കെയർ ഹോമുകളിൽ രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് 8 മണി വരെയുള്ള കെയർ ഹോമുകൾ ഉണ്ടാവും. 2 ഷിഫ്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള കെയർ ഹോമുകളിലൊക്കെ നമുക്ക് സാലറി കുറവായിരിക്കും. കാരണം 8 മണിയൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഈവനിങ് ഷിഫ്റ്റിൻ്റെ ഒരു അലവൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. മോർണിംഗിലാണെങ്കിലും ഏർലി മോർണിംഗ് കയറുന്ന ഡ്യൂട്ടിക്കൊക്കെ നമുക്ക് അലവൻസ്, ഏർലി മോർണിംഗിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഈവനിങ് ഷിഫ്റ്റിനും നമുക്ക് ഇത്ര ശതമാനം കൂടുതലൊക്കെ ഉണ്ട്, അതും ചിലപ്പോൾ അങ്ങനെയുള്ള കെയർ ഹോമുകളിലൊക്കെ കിട്ടുള്ളൂ. അപ്പം 2 ഷിഫ്റ്റൊക്കെ വരുമ്പോൾ സാലറിയിൽ നമുക്ക് ആ ബേസിക് സാലറി മാത്രമേ കിട്ടുള്ളൂ, എക്സ്ട്രാ സാലറികളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് UK ആണെങ്കിൽ നമുക്ക് 12 അവേഴ്സ് ഡ്യൂട്ടിയാണ്. 8 അവേഴ്സ് ഡ്യൂട്ടി ഞാൻ കേട്ടിട്ടില്ല, വളരെ കുറവാണ്. അപ്പോൾ ഒരാഴ്ചയിൽ 4 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ അവർക്ക് ഡ്യൂട്ടി ഉള്ളൂ, ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഓഫായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 8 അവേഴ്സ് ഡ്യൂട്ടിയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിങ്ങിൽ എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇതാണ് കേട്ടോ ഫിൻലൻഡിലെ ഒരു ജോലി സമയം എന്ന് പറയുന്നത്. 140 മണിക്കൂറാണ് നമുക്ക് ഇവിടെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ജോലി. നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ചെയ്യണവരൊക്കെ ഉണ്ട്, എക്സ്ട്രാ ഡ്യൂട്ടിക്ക് പോണവരൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, കൂടുതൽ ജോലി ചെയ്യണതനുസരിച്ച് ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ നമ്മുടെ ടാക്സ് പോവും എന്നുള്ളതാണ്. നമുക്ക് പേയ്മെൻറ്റ് കുറവായിരിക്കും കയ്യിൽ വരണത്. കൂടുതൽ ഏണിങ് ചെയ്യണവർക്ക് കയ്യിൽ വരുന്ന സാലറിയും കുറവായിരിക്കും, ടാക്സ് കൂടുതൽ പിടിക്കണമുണ്ട് കേട്ടോ. അപ്പം കൂടുതൽ ആരും അങ്ങനെയുള്ള എക്സ്ട്രാ ജോലികൾക്കൊന്നും പോവില്ല, കിട്ടണ ജോലി മാത്രം ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണവരാണ് മിക്കതും ഫിൻലൻഡിലുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തൊക്കെയാണ് പറഞ്ഞതെന്നെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.